കോട്ടയത്തിന്റെ വികസനത്തിന് തുരങ്കം വെച്ചത് UDF ആണെന്നും നിലവിലെ MLAക്ക് RSS ബന്ധമുണ്ടെന്നും കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ BJPയുടെ സ്ഥാനാർത്ഥിയെ പോലും നിശ്ചയിക്കുന്നത് UDF ആണെന്നും ഇരുകൂട്ടരും തമ്മിൽ അന്തർധാര സജീവമാണെന്നും അനിൽകുമാർ ആരോപിക്കുന്നു. മാറിയ കേരളം മാറേണ്ടത് കോട്ടയം. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന്റെ പ്രചരണ ബോർഡുകളിൽ ഉടനീളം കാണാവുന്ന ഒരു വാക്കാണ്. എന്തായാലും സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു വാക്ക് തിരഞ്ഞെടുക്കാൻ? കേരളമാകെ വൻ വികസനമാണെന്ന് എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് വികസനം ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയായിട്ട് മാറുന്നത്. ഇത്തവണ വികസന തെരഞ്ഞെടുപ്പ് അജണ്ടയാകുമ്പോൾ കേരളത്തിൽ LDF വീണ്ടും വരാൻ പോവാണ്. കോട്ടയത്ത് കിബിയുടെ യാതൊരു പദ്ധതികളും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിന് തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് ഇവിടുത്തെ MLA സ്വീകരിച്ചത്. 10 കൊല്ലമായിട്ട് കോട്ടയത്തുണ്ടായ വികസന സ്തംഭനം ആളുകളുടെ കൺതുമ്പിലുണ്ട്. ഇവിടെ ഏതാണ്ട് തകർന്നു നിൽക്കുന്ന പല നിർമ്മാണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇത് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന കോട്ടയത്തെ മനുഷ്യർക്ക് മുമ്പിൽ നിലവിലുള്ള സംവിധാനത്തിന് കോട്ടയത്ത് മാറ്റം വന്നാലേ മുന്നോട്ട് പോകാനാവൂ എന്ന അവിടുത്തെ ജനങ്ങളുടെ അഭിലാഷമാണ് ഈ മുദ്രാവാക്യത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, മാറ്റത്തെ തടയുന്നതിന് വേണ്ടി വളരെ കൃത്യമായ ഗൂഢാലോചനയാണ് ഇവിടെ വലതുപക്ഷം നടത്തിയിരിക്കുന്നത്. 2-3 തെരഞ്ഞെടുപ്പുകളിലായി BJPക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശമില്ല. ആ അവകാശം UDFന്റെ സ്ഥാനാർത്ഥി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ ഫലമായ അന്തർധാരകൾ പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. BJP പ്രവർത്തകർക്ക് പോലും അപമാനകരമായ ഈ സാഹചര്യത്തോട് കടുത്ത എതിർപ്പ് ഉയർന്നു എന്നുള്ളതാണ് പുതിയ സാഹചര്യം. BDJS ഈ സീറ്റ് എടുക്കാനിടയായ സാഹചര്യത്തിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം UDF MLAയുടെ അദ്ദേഹത്തിൻ്റെ ഈ RSS ബന്ധമാണ്. 10 കൊല്ലത്തിനിടയിൽ അല്ലെ 15 കൊല്ലത്തിനിടയിൽ RSSനെതിരായി ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ല. എന്തുകൊണ്ട്? കാരണം ഇതാണ്, ആ ബന്ധം പുറത്തു വന്നിരിക്കുന്നു. എന്തൊക്കെയായിരിക്കും ഈ തവണ ജനങ്ങളുടെ മുമ്പിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ? കോട്ടയത്തിൻ്റെ ഗതാഗത കുരുക്ക്, മനുഷ്യന്മാർ നാട്ടുവിട്ടു പോവാണ്. 27,000 പേരാണ് കോട്ടയത്ത് നിന്ന് താമസം മാറിയത്. ഇപ്പോഴത്തെ വോട്ടർ പട്ടിക നോക്കിയപ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ടുള്ളൊരു മണ്ഡലം കോട്ടയാണ്. 27,000 വോട്ട് കാണാനില്ല. എവിടെ പോയി ഇവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്തുകൊണ്ട്? ജീവിക്കാൻ കൊള്ളാത്ത ഇടമായിട്ട് നമ്മുടെ നാടിനെ മാറ്റി. എന്തായാലും ജനങ്ങളും ഇത്തവണ മാറി ചിന്തിക്കും എന്ന് തന്നെയാണ്. ജനങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞുള്ള നാട്ടിൽ പ്രകടമായ മാറ്റമാണ്. നല്ല മഞ്ഞ ആത്മവിശ്വാസത്തോടെ കേരളത്തിലെ LDF ഇരച്ചു കയറുകയാണ്. കാരണം ഇത്ര അനുകൂല സാഹചര്യം LDFന് ഒരു കാലത്തും വന്നിട്ടില്ല. വികസനത്തിൻ്റെ ഒരു വേഗം, വളരെ വേഗം അത് ഉയർന്നു വന്നു. UDF അവിടെ എത്തിയിട്ടില്ല. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. എന്തായാലും ഒരുപടി മുന്നേ തന്നെ ഇറങ്ങാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആത്മവിശ്വാസം സംസ്ഥാനത്തുടനീളം LDFനുണ്ട്. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് കോട്ടയത്തെ LDF പ്രവർത്തകർ. കോട്ടയത്ത് നിന്ന് അനന്തുവിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.